ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന വയനാട്ടിലെ പ്രശസ്തമായ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ കാട്ടിക്കുളത്തു നിന്നും വനത്തിലൂടെ 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒരു ചെറിയ ഇടത്താവളത്തിലെത്താം. അവിടെ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി ഒരേ രുചിയിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു ഉണ്ണിയപ്പ കടയുണ്ട്. തലമുറകൾ കൈമാറി വന്ന കാനന രുചിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ സായണ്ണ സവാരിയിൽ ഇനി കാണാൻ പോകുന്നത്. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലെ ഒരു പ്രത്യേക സ്ഥലത്താണ്. ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വയനാട്ടിലുള്ള ഈ ഒരു തെറ്റ് റോഡ് എന്ന് പറയുന്ന സ്ഥലം ഒരുപക്ഷെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലല്ല വിദേശത്ത് പോലും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, നമുക്കറിയാം ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലിയിലേക്ക് പോകുന്ന റോഡിന്റെ ഏകദേശം ഒരു 13 കിലോമീറ്റർ പുറത്ത് വരുന്ന വാഹനങ്ങളെല്ലാം നിർത്തുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഒരു കടയുണ്ട്. ഇതിന് പ്രത്യേകിച്ച് പറയുന്നത് കുട്ടേട്ടന്റെ ഉണ്ണിയപ്പ കട എന്നാണ് പറയുന്നത്. കാരണം വയനാട്ടിലെ അതൊരു പ്രസിദ്ധമായ ഒരു കടയാണ്. കാരണം വിദേശികളടക്കം ഇവിടെ എത്തി ഇവിടെ നിന്നും ഉണ്ണിയപ്പവും വാങ്ങിയാണ് തിരിച്ചു പോകുക. എന്തായാലും ഇവിടെ നിരവധി ആളുകൾ ഇപ്പോൾ നമുക്ക് കാണാം. കാരണം പല ആളുകളും അല്ലെങ്കിൽ ടൂറിസ്റ്റുകളൊക്കെ വാഹനങ്ങൾ നിർത്തി ഇവിടെ ഈ ഉണ്ണിയപ്പം കഴിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് ഏതാണ്ട് ഒരു 10-50 വർഷത്തിനടുത്തായി ഈ ഒരു കട. അന്ന് ഉണ്ണിയേട്ടനം എന്ന് പറയുന്ന ഒരാള് ആ കാലത്ത് ചക്കിലാട്ടിക്കൊണ്ട് ഈ ഉണ്ണിയപ്പം മാത്രം വിറ്റെടുന്ന ഒരു കടയാണിത്. പിന്നീട് ഈ തിരുനെല്ലിയിലേക്ക് വരുന്ന നിരവധി ആളുകൾ വിദേശികളടക്കം ഇവിടെ നിന്നും ഉണ്ണിയപ്പം വാങ്ങി അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുക. അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തുക. ഇവിടെ വന്ന് ഉണ്ണിയപ്പം കഴിച്ചതിന് ശേഷമാണ് എല്ലാവരും ഈ ഒരു ക്ഷേത്ര ദർശനത്തിന് പോകുന്നത് എന്നുള്ളതൊക്കെ തന്നെയാണ് ഈ ഒരു കടയുടെ പ്രത്യേകത. എന്തായാലും നമുക്ക് ഇവിടെ നിരവധി ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിയേട്ടന്റെ ഈ അപ്പക്കടയിൽ ഉണ്ണിയേട്ടന്റെ മക്കൾ ഇപ്പോഴും ഈ അപ്പക്കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാനൊന്ന് ഉള്ളിലേക്ക് വരികയാണ്. നമസ്കാരമുണ്ട്. അപ്പൊ നമ്മള് ഈ ഉണ്ണിയേട്ടന്റെ അപ്പക്കട അങ്ങനെ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഏകദേശം കൊടുത്തോളൂ 50 വർഷത്തിന്റെ മേലെയായില്ലേ? പേരൊന്ന് പറയാം നമുക്ക്. അജി. ചേട്ടനും അനിയനും കൂടിയാണ് നടത്തുന്നത്. സ്ഥിതികൾ എന്താണ്? സ്ഥിതി കുഴപ്പമൊന്നുമില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളെ കേരളത്തില് മാത്രമല്ല ഇന്ത്യയിലല്ല വിദേശത്ത് പോലും പ്രചാരമേറിയ ഒരു ഷോപ്പാണ് അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രചാരം വരാൻ? ടേസ്റ്റും പിന്നെ നിങ്ങൾ പോലത്തെ ആളുകൾ ഇങ്ങനെ വന്ന് എടുത്തെല്ലാം പ്രശസ്തമായതാണ്. ആദ്യം അച്ഛനായിരുന്നത്? അതെ അതെ, അച്ഛൻ മരിച്ച് 10 വർഷമായി. അച്ഛൻ മരിച്ച് 10 വർഷത്തിന് ശേഷം നിങ്ങൾ അതേ രീതി തന്നെ കൊണ്ടുപോകണം. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ വെളിച്ചെണ്ണയിലല്ല ഇത് ചെയ്യുന്നത്, ശുദ്ധമായ വെളിച്ചെണ്ണ. ഒന്നാ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? നല്ല കുത്തരിയാണ്, നല്ല പഴം നല്ലോണം ചേർക്കും, ഏലക്ക, ജീരകം, നെയ്യ് ഇതെല്ലാം ചേർക്കും. അരി ഇടിച്ചെടുക്കുന്നതാണ് ഇവിടെ തന്നെ. എത്ര മണിക്കാണ് ഈ ഷോപ്പ് തുറക്കുന്നത്? രാവിലെ 6:30. ഒരു ദിവസം ഏകദേശം എത്ര ആളുകൾ ഇവിടെ വരും? 200-300 ആളുകൾ. വെക്കേഷനാണ്, മഴയൊക്കെ ആള് കുറയും. ഇപ്പാളുണ്ട്. ക്ഷേത്രത്തിൽ പോകുന്ന ആളുകൾ ഇവിടെ എത്തിയിട്ട് പോകാറുള്ളൂ? അധികം ആളുകൾ ഇവിടെ കയറുന്ന ആൾക്കാരെല്ലാം കയറിയിട്ട് പോകും. എന്തെങ്കിലും സ്പെഷ്യൽ മറ്റു വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ണിയപ്പം അല്ലാതെ? ഇഡലി, സാമ്പാർ രാവിലെ കൊടുക്കുന്നുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ഉണ്ണിയപ്പം. ഇതിന്റെ പേര് ഉണ്ണിയപ്പ കട, കുട്ടേട്ടന്റെ ഉണ്ണിയപ്പ കട. തീർച്ചയായും കുട്ടേട്ടൻ എന്ന് പറയുന്നത് ഇവരുടെ പിതാവാണ്. വർഷങ്ങൾ ഏകദേശം 50 വർഷത്തിന് മുന്നെയാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു ആനയൊക്കെ വരുന്ന ഒരു സമയത്ത് പോലും ഈ ഒരു കട ഇവിടെ പ്രവർത്തിച്ചിരുന്നതൊക്കെയാണ് നമ്മൾ അല്ലെങ്കിൽ തുടങ്ങിയിരുന്നതാണ് പറയുന്നത്. അപ്പൊ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ കട ഇന്നും മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേരളീയരല്ല വിദേശികളും അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തിലുള്ള ആളുകളും ഒക്കെ നിരവധി ഇവിടെ എത്തുന്നുണ്ട്. ഇപ്പൊ തന്നെ നിരവധി ആളുകൾ ഇവിടെ ഈ ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരുടെ ഒരു അഭിപ്രായം കൂടി ചോദിക്കാം. എവിടുന്നാണ് വരുന്നത് ചേച്ചിമാരെ? കുറെ ആളുകളുണ്ടല്ലോ. അമ്മ എവിടുന്നാണ് വരുന്നത്? കൊടുവള്ളി, കോഴിക്കോട്. ഉണ്ണിയപ്പം കഴിക്കാൻ ഇവിടെ വന്നപ്പോഴാണ് ഈ കട കാണുന്നത്? അതോ ഇതിനു മുമ്പ് ഈ കടയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കഴിക്കാനായോ? ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ കടയെ കുറിച്ച്? കേട്ടിട്ടുണ്ട് അല്ലേ? എങ്ങനെയുണ്ട് ഉണ്ണിയപ്പം? നല്ല അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ നിങ്ങളെ വീട്ടിലുണ്ടാക്കുന്നതിൽ നല്ലതാണ്. അതെങ്ങനെയാന്ന് ഇവരോട് ചോദിച്ചോ? നീ വീട്ടിൽ പോയി ഉണ്ടാക്കാനുള്ളൊരു സംഭവം ചോദിച്ചിട്ടില്ല. പക്ഷെ എങ്ങനെ ടേസ്റ്റ് ഓക്കെ ആണല്ലേ? എന്താ പേര്? നയന. എങ്ങനെയുണ്ട് നയന ഉണ്ണിയപ്പം? അടിപൊളി ഉണ്ണിയപ്പം. അടിപൊളി എന്ന് പറയാനുള്ള കാരണം? അടിപൊളി ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. പിന്നെ വലിപ്പത്തിന്റെ കാര്യമാണെങ്കിലും സാധാ ഉണ്ണിയപ്പത്തിന്റെ ഡബിൾ വലിപ്പമുണ്ട്. അതായത് ഇപ്പോഴത്തെ ഒരു സമയത്ത് നമ്മൾ 12-15 ഉറുപ്പ്യൊക്കെയാണ് ചായക്ക് കടിയായിട്ട് വാങ്ങുന്നത് അല്ലെ? അത് 4 ഉണ്ണിയപ്പത്തിന്റെ ഒരു ഉണ്ണിയപ്പാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇവിടെ 40 ഉറുപ്പ്യന്റെ ഉണ്ണിയപ്പാണ് 15 ഉറുപ്പ്യക്ക് കിട്ടുന്നത്. വില വെച്ച് നോക്കുകയാണെങ്കിലും എത്രയോ മെച്ചം തന്നെയാണ്. ഓക്കെ. അപ്പോ തീർച്ചയായും നിരവധി ആളുകളാണ് ഇവിടെ. സംസാരിക്കാൻ പറ്റുമോ? പറ്റും അല്ലെ? 2 ഉണ്ണിയപ്പം ഒരുമിച്ചാണോ വെച്ചിട്ടുള്ളത്? ശ്രമിച്ചു, പക്ഷെ ഒരെണ്ണം കഴിച്ചോളൂ. 2 ഉണ്ണിയപ്പം ഒരുമിച്ച് വെച്ചതാണോ? ഒന്നുള്ളൂ. എങ്ങനെയുണ്ട് ഉണ്ണിയപ്പത്തിന്റെ ടേസ്റ്റ്? നല്ലതാണ്. അപ്പൊ ഇത് എത്ര ഉണ്ണിയപ്പാണ് വാങ്ങിയിട്ടുള്ളത്?
നമ്മൾ 7 എണ്ണത്തിന്റെ ഒരു പാക്കറ്റാണ് മേടിച്ചത്. പാക്കറ്റ്. ഇത് ലാഭത്തിലുപരി ടേസ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റ് അല്ലേ? നല്ല സാധനം, നല്ല ഇതിന് മുമ്പ് ഇവിടെ നിന്ന് ഉണ്ണിയപ്പം കഴിച്ചിട്ടുണ്ട്. പിന്നെ അപ്പൊ സ്ഥിരം ടീമുകളാണ് ഉണ്ണിയപ്പത്തിനായിട്ട് വരുന്നത്. ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ അവിടെ നിന്ന് കുറച്ച് പേരെന്ന് വരുമോ തിരുനെല്ലി അമ്പലത്തിന്റെ അടുത്തുനിന്ന് അമ്പലത്തിലേക്ക് വന്നതാണ്. അമ്പലത്തിനോട് വന്നതാണ്. പക്ഷെ ഇവിടെയാണ് മെയിൻ. അങ്ങനെയില്ല, ഇവിടുത്തെ ടേസ്റ്റ് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ടൊന്ന് മേടിക്കാം. കുടുംബക്കാരൊക്കെ എല്ലാവരും ഉണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്. കൂട്ടുകാര്. എന്താ പേര്? അനിത. അനിത. എങ്ങനെയുണ്ട് ഉണ്ണിയപ്പം? ഉണ്ണിയപ്പം നല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയോ? അറിയാം. അറിയും. മൈദ കൊണ്ടാണോ ഉണ്ണിയപ്പം ഉണ്ടാക്കുക? നല്ല അരി കൊണ്ട് തന്നെയാണ്. നല്ല അറിയാലോ അല്ലേ ചിലവർക്കില്ലേ. എന്തായാലും മക്കൾ എങ്ങനെയുണ്ട് ഉണ്ണിയപ്പം? അടിപൊളിയാണ്. എന്നാ ക്യാമറന്റെ മുന്നിലേക്ക് എന്നിട്ട് ഒന്ന് പറ. അടിപൊളിയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പൊ തീർച്ചയായും ഇതാണ് നമ്മൾ ഈ പറഞ്ഞ കുട്ടേട്ടന്റെ, ഒരു പക്ഷേ നമുക്ക് അദ്ദേഹത്തെ അവിടെ കാണാം. കുട്ടേട്ടൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ആശയത്തിലുണ്ടായ ഒരു ഷോപ്പാണ്. ഇത് ഏതാണ്ട് 50 വർഷം കഴിഞ്ഞു. ഒരു പക്ഷേ നമ്മൾ യൂട്യൂബിലേക്കും അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഒക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഓരോ ദിവസവും ഇത് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, ഇവിടെ ഒരുപാട് കാലം ചക്കിലാട്ടിക്കൊണ്ടായിരുന്നു ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ അത് മെഷീനിലേക്ക് വന്നു എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. എന്തായാലും നിരവധി ആളുകളാണ് ഈ ഉണ്ണിയപ്പത്തിന് വേണ്ടി ഇവിടെ തിരക്കാണ്. അതായത് ചെറിയൊരു കടയാണ്, തിരക്കാണ്. എന്തായാലും ഈ ഒരു ഉണ്ണിയപ്പക്കട ഇനിയും മുന്നോട്ട് പോകട്ടെ. അവിടെ നമ്മൾ കേരളത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് വരുന്ന ആളുകളാണെങ്കിലും വിദേശീയരാണെങ്കിലും ഒക്കെ ഈ ഒരു ഉണ്ണിയപ്പക്കടയിലേക്ക് എത്തണം, അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഒന്ന് അറിയണം എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും തെറ്റോടിൽ നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.